ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. സ്പോൺസർഡ് ബൈ ഡെൽറ്റ എക്സ്ചേഞ്ച്, ലീഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 800 പോയിന്റിൻ്റെ ഒക്കെ റാലി നമ്മൾ ഇന്ന് കാണുന്നത്. കൊട്ടാക് ബാങ്കും HDFC ബാങ്കിൻ്റെയും പിൻബലത്തോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റി ഇന്നത് സാധ്യമാക്കി. അതുമാത്രമല്ല, ഒരുപാടധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ പുതിയ പോളിസീസ് എല്ലാം തന്നെ വെയിറ്റിംഗ് ആണ്. കൂടാതെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ബജാജ് ഫിൻസർവ്, ബജാജ് ട്വിൻസ് അവർ ഭാരത് എയർടെല്ലായിട്ട് പുതിയ ഫിനാൻഷ്യൽ പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. യുണൈറ്റഡ് ബിവറേജ് കമ്പനി തെലങ്കാനയിൽ ഇവരുടെ ബിയർ സപ്ലൈ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ റാലി രേഖപ്പെടുത്തി. എയർടെലും ബജാജ് ഫിനാൻസും റാലി രേഖപ്പെടുത്തി. ഐഡിയ ഗവൺമെൻറ് AGR ഡ്യൂ വേ ഓഫ് ചെയ്യുമെന്നുള്ള കാരണം കൊണ്ട് ഐഡിയയും 9% ഒരു റാലി രേഖപ്പെടുത്തി. അങ്ങനെ മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. മാർട്ടിൻ ലൂതർ കിങ് ഡേ കാരണം ഇന്ന് US മാർക്കറ്റ് അവധിയാണ്. എങ്കിലും ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ ഭീഷണികളൊന്നും തന്നെ മാർക്കറ്റിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. അതിനു മുമ്പ് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ്: കൊട്ടാക് ബാങ്ക് 9%, വിപ്രോ 6.5%, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, NTPC തുടങ്ങിയ കമ്പനീസ്. NTPC പുതിയ റിന്യൂവബിൾ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്രീ മാർക്കറ്റിൽ. SBI ലൈഫ്, ട്രെൻഡ്, ശ്രീറാം ഫിനാൻസ്, അദാനി പോർട്ട്, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 2.25% വരെയുള്ള ഇടിവുണ്ടാക്കി. നിഫ്റ്റി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ആദ്യ 3-4 ക്യാൻഡിലുകൾ 5 മിനിറ്റിൻ്റെ സ്ലൈറ്റ്ലി ഇടിവിലായിരുന്നു. പക്ഷേ പ്രീമിയംസ് ഒന്നും തന്നെ മെൽറ്റായില്ല. കാരണം ഇന്ന് ഇന്ത്യ വിക്സ് 6% സ്പൈക്ക് രേഖപ്പെടുത്തി. നിഫ്റ്റി സപ്പോർട്ട് എടുത്തു, പിന്നീട് ശക്തമായ ഒരു റാലി, പിന്നീട് ഒരു കൺസോൾട്ടേഷൻ. 23,337 നിഫ്റ്റിയുടെ ക്ലോസിങ്. ബിറ്റ്കോയിൻ്റെ ഒക്കെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിനും 1,09,000 കടന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാം തന്നെ പുതിയ കോയിനെല്ലാം തന്നെ ലോഞ്ച് ചെയ്തു. ബിറ്റ്കോയിനും ഒരു ശക്തമായ ആവേശത്തിലാണ്. ബിറ്റ്കോയിനൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഉപയോഗപ്പെടുത്താം. ഇനി നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ കാണാം, 1,08,457. ബ്രന്റ് ഓയിൽ $80 പെർ ബാരൽ. ഗോൾഡ് ഏകദേശം $7 പെർ ഔൺസിന് ഉയർന്ന് 2,700. ഇന്ത്യ വിക്സ് കാണാം 4% സ്പൈക്കാണ് ഉണ്ടായിട്ടുള്ളത്. മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിട്ട് കൂടിയും ഇന്ന് ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 16.4 ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ്. ജപ്പാൻ മാർക്കറ്റ് 1.5% റാലി. ഓസ്ട്രേലിയ 0.5% റാലി. കൊറിയ റെഡിലടച്ചു. ചൈന പോസിറ്റീവ്. ചൈന പോസിറ്റീവ് ആകാൻ കാരണമുണ്ട്. കാരണം എല്ലാ ആളുകളും എക്സ്പെക്ട് ചെയ്യുന്നത് ചൈനയിലേക്ക് ഉപരോധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ചൈനീസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു ഇന്നത്തെ പ്രോഗ്രാമിന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അർത്ഥമാക്കുന്നത് ചൈനയ്ക്ക് ഭീഷണി ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ള യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവായ ഒരു രീതിയിലാണ്. ഇന്ത്യയിൽ US നോക്കുകയാണെങ്കിൽ US ട്രഷറി ബോണ്ട് ഈൽഡ് 4.6 ആണ്. US ഇൻഡെക്സ് സ്പൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡോളർ ഇൻഡെക്സ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യവും ആണ് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എപ്പോഴൊക്കെ ഈ ഡോളർ ഇൻഡെക്സ് സ്പൈക്ക് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ മാർക്കറ്റ് ഇവിടെ ഫോൾ ആയിട്ടുണ്ട്. എപ്പോഴൊക്കെയോ US ട്രഷറി ബോണ്ട് ഈൽഡ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോഴേക്കും ഇന്ത്യൻ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ട്. അതായത് FIs ഇവിടുന്ന് ഫണ്ട് ബോണ്ടിലേക്കൊക്കെ വകയിരുത്തുമെന്നുള്ളതാണ് ഈ ഒരു ഫോർമുല. പക്ഷെ അത് എല്ലായ്പ്പോഴും അത് ശരിയാണോയെന്നില്ല. എവിടെയാണോ FIസിനെ സംബന്ധിച്ച് എവിടെയാണോ റവന്യൂ പൊട്ടൻഷ്യൽ ഉള്ളത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റിൽ റവന്യൂ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു ക്വാർട്ടർ റിസൾട്ടുകൾ ഇപ്പോൾ ഉള്ള ബാങ്കിങ് കമ്പനീസിൻ്റെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ IT കമ്പനീസെല്ലാം തന്നെ മിക്സ്ഡ് ആയിരുന്നു. പക്ഷെ അതല്ല നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലുള്ള പ്രൊജക്ഷൻ, അതല്ല. അതൊക്കെ നമുക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഫോർകാസ്റ്റ് വീഡിയോയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നേരെ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഉള്ളത് ന്യൂസിലുള്ളത് ഡിക്സൺ ടെക് ആണ്. ഡിക്സൺ ടെക് നെറ്റ് പ്രോഫിറ്റ് 77% ഇയർ ഓൺ ഇയർ ഉയർന്ന് 171 കോടി രൂപ കരസ്ഥമാക്കി. സൊമാറ്റോ നെറ്റ് പ്രോഫിറ്റ് 57% ഇടിഞ്ഞു. റവന്യൂ 64% അപ്സൈഡ് ഉണ്ടായിരുന്നു. IDB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 31% ഇയർ ഓൺ ഇയർ ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 21% ഉയർന്നു. IRFC നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്ന് 1,631 കോടി രൂപ കരസ്ഥമാക്കി. നെസാറ ടെക് മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. അവർ അക്സ്റ്റാന എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 26% സ്റ്റേക്ക് അക്വയർ ചെയ്തു. ജുപ്പിറ്റർ ഹോസ്പിറ്റൽ കമ്പനി, ഇവർ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിൽ 400 കോടി രൂപ മുടക്കി ഹോസ്പിറ്റൽസിൻ്റെ എല്ലാം തന്നെ ബെഡ് എണ്ണം വർദ്ധിപ്പിക്കുന്നു. കരൂർ വൈശ്യ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 5% സ്പൈക്ക് ചെയ്തു.
നെറ്റ് പ്രോഫിറ്റ് 20% സ്പൈക്ക് ചെയ്തു. സ്റ്റോക്ക് ഇന്ന് 5% സ്പൈക്ക് ചെയ്തു. സൺടെക്ക് കമ്പനി കഴിഞ്ഞ തവണ 9 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 42 കോടി രൂപ പ്രോഫിറ്റ്. റവന്യൂ ഓൾമോസ്റ്റ് 4 മടങ്ങ് വർദ്ധിച്ചു. വേദാന്ത കമ്പനി ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി വേദാന്തനെ അപ്ഗ്രേഡ് ചെയ്തു. APL അപ്പോളോ ട്യൂബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31% ഉയർന്ന് 217 കോടി രൂപ. റവന്യൂ 30% ഉയർന്ന് 5432 കോടി രൂപ കരസ്ഥമാക്കി. സെൻട്രൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്ന് 959 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏകദേശം 12% സ്പൈക്ക് ചെയ്തു. ICICI സെക്യൂരിറ്റി നെറ്റ് പ്രോഫിറ്റ് 8% സ്പൈക്ക് ചെയ്തു. 504 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 20% സ്പൈക്ക് ചെയ്തു. ന്യൂജൻ സോഫ്റ്റ്വെയർ 70 കോടി രൂപയിൽ നിന്ന് 89 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 27% ഒരു ഡിക്ലൈൻ, അതായത് കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 256 കോടി രൂപ, ഈ തവണ 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 21% സ്പൈക്ക് ചെയ്തു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 16% സ്പൈക്ക് ചെയ്തു. പേടിഎം കമ്പനി ഇവർ കഴിഞ്ഞ തവണ 220 കോടി രൂപ ലോസ്, ഈ തവണ ലോസ് കുറച്ച് കൊണ്ടുവന്നു. എത്രയാണ്? 208 കോടി രൂപ ലോസ് കുറച്ച് കൊണ്ടുവന്നു. എന്നാൽ റവന്യൂ 36% ഇടിവുണ്ടായിട്ടുണ്ട്. DCM ശ്രീരാം കമ്പനി 242 കോടി രൂപയിൽ നിന്ന് 260 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. MRPL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 309 കോടി രൂപ ലോസിൽ നിന്ന് ഈ തവണ അവർ 697 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. റിസൾട്ട് വന്നു കമ്പനികളുടെ, എത്രയാണ് റിസൾട്ട്, എന്ന് ഡിവിഡൻഡ് എത്ര രൂപയാണ്, എന്നാണ് IPO, ഇതെല്ലാം എവിടെ കിട്ടും? നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൽ കിട്ടും. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 1 രൂപ പോലും സബ്സ്ക്രിപ്ഷൻസ് വേണ്ട. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സ്റ്റിൽ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ട്രേഡ് ബഡ്ഡിയുടെ ലിങ്കും കാര്യങ്ങളും എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ചെക്ക് ചെയ്യാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.